നിങ്ങളെ യജമാനനായ റബ്ബിനറിയാം. നിങ്ങൾ എവിടെ വെച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും എവിടെ വെച്ച് ഒരാളും കാണാതെ അതീവ രഹസ്യമായി കൊണ്ട് ചെയ്യുന്ന വിഷയങ്ങളും എല്ലാവരും കാണുന്ന രീതിയിൽ വളരെ പരസ്യമായി ചെയ്യുന്ന വിഷയങ്ങളും എല്ലാം അല്ലാഹുവിനറിയാം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. എല്ലാം അല്ലാഹു റെക്കോർഡ് ചെയ്യുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹു അറിയുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് എന്റെ ജീവിതം എന്റെ റബ്ബ് അറിയുന്നുണ്ട്, കാണും എന്ന ചിന്തയിൽ റബ്ബിനെ പേടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകണേ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുകയല്ല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആരാണ് ഹസനുൽ ബസരി? നിങ്ങള് വലിയ മഹാനായ പണ്ഡിതൻ, വലിയ മഹാനായ ആലിമായ ആബിദായ സൂഫിയായ മനുഷ്യൻ, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച മഹാൻ. ആ മഹാനായ ഹസനുൽ ബസരി തങ്ങളെ അടുക്കൽ ഉത്ബത്തുൽ ഗുലാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം അത് നിങ്ങളെ മുന്നിൽ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. ഉത്ബത്തുൽ ഗുലാം എന്ന ചെറുപ്പക്കാരൻ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അവിടുത്തെ വയല് കേൾക്കാനെത്തിയ ഒരു സംഭവം ഗസാലി ഇമാം വിവരിക്കുകയാണ്. നമ്മളൊക്കെ എപ്പോഴും വയല് കേൾക്കുന്ന ആളുകളാണ്. എല്ലാ സമയത്തും നമ്മൾ വയല് കേൾക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് എത്ര നമുക്ക് ഉപകാരം ലഭിച്ചു എന്നത് നമ്മൾ ചിന്തിക്കണം. കുറെ നന്മകൾ കേൾക്കുക എന്നതിന് പകരം ആ കേൾക്കുന്ന നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. കേട്ടതനുസരിച്ച് പറയുന്നതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മൾ അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് നിയമങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ നിയമലംഘനം നടത്തിയവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. യജമാനനായ റബ്ബ് ചെയ്തു തന്ന നിഅ്മത്തുകൾ എല്ലാം ചെയ്തു തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ തീരുമാനം അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ട് ആ റബ്ബിന്റെ റഹ്മത്ത് കണ്ടോ നിങ്ങള്? ആ റബ്ബിന്റെ വിശാലത കണ്ടോ നിങ്ങള്? റബ്ബ് തന്ന കണ്ണുകൊണ്ട് നമ്മൾ പണം കൊടുത്തു വാങ്ങിയതല്ല, നമ്മൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതല്ല. അല്ലാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് അല്ലാഹ് നൽകിയതാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച. ആ കാഴ്ച കൊണ്ട് അല്ലാഹ് പറയാത്തത് അല്ലെങ്കിൽ അല്ലാഹ് പറഞ്ഞതിന് എതിരായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഹറാമായത് കാണരുത്, സിനിമയും സീരിയലും കാണരുത്, അന്യപുരുഷന്റെയും സ്ത്രീയുടെയും മുഖത്തേക്ക് നോക്കരുത് എന്ന് യജമാനനായ റബ്ബ് നമ്മോടൊരു നിയമം വെച്ചിട്ടാണ് കണ്ണും കാഴ്ചയും നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളോ അത് ഉപയോഗപ്പെടുത്തുന്നത് മുഴുവനും നിയമലംഘനത്തിലൂടെയാണ്. ഹറാമുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കേൾവി തന്നപ്പോ അല്ലാഹു തആല നിയമം വെച്ചു, ഹറാമ് കേട്ടുകൂടാ, ഗീബത്ത് കേട്ടുകൂടാ, പണ്ഡിതന്മാരെ ചീത്ത പറയുന്നത് കേട്ടുകൂടാ, സാദാത്യങ്ങളെ അവഹേളിക്കുന്നത് കേട്ടുകൂടാ എന്ന് അല്ലാഹു തആല നമ്മുടെ മുന്നിൽ നിയമം വെച്ചു. ഹറാമായ മ്യൂസിക്കായ പാട്ടുകളും സംസാരങ്ങളും കേട്ടുകൂടാ. എന്നിട്ടോ നമ്മൾ ചെലവഴിച്ചത് ഹറാമുകളിൽ മാത്രമാണ്. നാവിന് സംസാര ശേഷി തരുമ്പോൾ അല്ലാഹു നമ്മുടെ മുന്നിൽ നിയമം പറഞ്ഞു, ഇതുകൊണ്ട് ഗീബത്തും നമീമത്തും സംസാരിച്ചുകൂടാ, ഇതുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചുകൂടാ, ഇതുകൊണ്ട് പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ അവിടെയും നിയമലംഘനം നടത്തുകയാണ്. ഇങ്ങനെ അല്ലാഹു തആല ചെയ്തു തന്ന മുഴുവൻ നിഅ്മത്തുകൾക്കും ചില നിയമങ്ങൾ അല്ലാഹു തആല തന്നെ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം നമുക്കത് പാലിച്ചു ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അല്ലാഹുവിന്റെ വലിയ വിശാലത, ആ വിശാലത കൊണ്ട് റബ്ബ് ചെയ്തു തന്ന നിഅ്മത്തുകൾ മുഴുവനും ആസ്വദിച്ചിട്ട് ആ ആസ്വാദനങ്ങളും അനുഭവങ്ങളും മുഴുവനും അല്ലാഹ് പറഞ്ഞതിന് എതിരായി ചെയ്തിട്ടും ഇന്ന് വരെ റബ്ബ് നിഅ്മത്തുകൾ തിരിച്ചെടുത്തിട്ടില്ല.
കണ്ണിന്റെ കാഴ്ച റബ്ബ് തിരിച്ചെടുത്തിട്ടില്ല. നാവിന്റെ സംസാരശേഷി അല്ലാഹു തആല തിരിച്ചു വാങ്ങിയിട്ടില്ല. ചെവിയുടെ കേൾവിശേഷി അല്ലാഹു തിരിച്ചു വാങ്ങിയിട്ടില്ല. അത് അല്ലാഹുവിന്റെ വിശാലതയാണ്. അതുകൊണ്ട് റബ്ബ് വലിയ വിശാലത ചെയ്യുന്ന യജമാനനാണ്. അതുകൊണ്ട് യജമാനനായ റബ്ബ്, ആ റബ്ബ് പറഞ്ഞതിന് എതിരായി നമ്മൾ ജീവിച്ചവരാണ്. ഇനിയെങ്കിലും യജമാനനായ റബ്ബിലേക്ക് മനസ്സരിച്ച് ആ റബ്ബിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ അവൻ പറയുന്നത് പോലെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ വീഴ്ച പറ്റുമ്പോ അല്ലെങ്കിൽ ഒരുപാട് തിന്മകൾ വന്നു പോകുമ്പോ ഇനി ഞാൻ എങ്ങനെ റബ്ബിന്റെ മുന്നിലേക്ക് തൗബ ചെയ്യുക, എങ്ങനെ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുക എന്നൊരു ചിന്ത മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ വരാൻ പാടില്ല. അല്ലാഹു തആല പറയുന്നു, വലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളെ ആശ മുറിയല്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അവിടെ നിന്നിങ്ങനെ വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ ഉത്ബത്തുൽ ഗുലാം എന്നൊരു ചെറുപ്പക്കാരൻ ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. എന്താണ് അവിടുന്ന് വയലു പറയുന്ന വിഷയം? അന്ന് അവിടുന്ന് ക്ലാസ് എടുക്കുന്ന വിഷയം എന്താണ്? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്തോടിയിട്ടാണെന്ന് വയലു പറയുന്നത്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഓ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ജനങ്ങളെ, ഇനിയും നിങ്ങളെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹുവിനെ ചിന്തിച്ച് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കാൻ ഇനിയും നിങ്ങൾക്ക് സമയം വന്നിട്ടില്ലേ എന്നാണ് അല്ലാഹ് നമ്മളോട് ചോദിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹ് നമുക്കൊരുപാട് അവസരങ്ങൾ നൽകുന്നു. എന്റെ ജീവിതത്തിൽ പാപിയായ അടിമയായ ഞാൻ, നമ്മളൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹ് ഒരുപാട് അവസരം നമ്മുടെ മുന്നിൽ തരികയാണ്. പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറല്ല. ഓരോ റമദാനുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, അടുത്ത റമദാൻ വരട്ടെ, അപ്പൊ എനിക്ക് മാറ്റം വരുത്തണം എന്റെ ജീവിതത്തിൽ. ഇങ്ങനെ ഓരോ അവസരങ്ങളും റബ്ബ് നമ്മുടെ മുന്നിലേക്ക് തരുമ്പോ അപ്പോഴെല്ലാം നമ്മൾ അടുത്ത അവസരത്തിലേക്ക് അത് മാറ്റിവെക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുന്നത്, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇനിയും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾക്ക് സമയം വന്നില്ലേ? ഇനിയും നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടിവെക്കണ്ട. പിന്നീടൊരവസരത്തിലാകാമെന്ന് ചിന്തിക്കണ്ട. അല്ലാഹുവിലേക്ക് മനസ്സരിച്ച് ജീവിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണം ഹസനുൽ ബസരി തങ്ങൾ നടത്തുമ്പോ ഉത്ബത്തുൽ ഗുലാം എന്ന ചെറുപ്പക്കാരൻ ഇത് കേൾക്കുകയാണ്. ആരാണ് ഉത്ബത്തുൽ ഗുലാം എന്നല്ലേ? ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയായ മനുഷ്യനാണ്. എല്ലാ തോന്നിവാസങ്ങൾക്കും എല്ലാ വേണ്ടാത്തരങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കുന്ന ചെറുപ്പക്കാരനാണ്. അയാൾ ഈ വയത് കേൾക്കുമ്പോ ഈ വിശദീകരണം ഹസനുൽ ബസരി തങ്ങളെ ഘനഗാംഭീര്യമുള്ള ഉപദേശം കേട്ടിട്ട് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം അവിടുത്തെ മനസ്സിലേക്കങ്ങ് തറച്ചപ്പോ ഹസനുൽ ബസരി തങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് ഉത്ബത്തുൽ ഗുലാം എന്ന ചെറുപ്പക്കാരന്റെ ചോദ്യമാണ്, യാ തഖിയൽ മുഅ്മിനീൻ അയഖ്ബലുല്ലാഹു തൗബത മിസ്ലി ഇദാ തബാ.
ഹസനുൽ ബസ്രി തങ്ങളെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ നന്മകൾ ചെയ്തിട്ടില്ല. റബ്ബിന്റെ തീരുമാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മാത്രം ജീവിച്ചവനാണ്. അള്ള പറഞ്ഞതിന് മുഴുവനും എതിര് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ളൊരു മനുഷ്യന് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ല സ്വീകരിക്കുമോ? ഈ ചോദ്യം അങ്ങ് വന്നപ്പോ ഹസനുൽ ബസ്രി തങ്ങൾ മറുപടി പറഞ്ഞു, നാം യഖ്ബലുല്ലാഹു തൗബത ഫിസ്തിക വഫുജൂരിക. ഓ മോനെ, സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. നീ റബ്ബിന്റെ മുന്നിലേക്ക് തൗബ ചെയ്തിട്ട് ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ മനസ്സറിഞ്ഞിട്ട് റബ്ബേ എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയതാണ് എന്ന് മനസ്സറിഞ്ഞ രീതിയിൽ റബ്ബിനോട് പറഞ്ഞാൽ, തൗബയുടെ മുഴുവൻ നിബന്ധനകളും ഒത്തുകൂടിയിട്ട് മതാബം ബിന്നദാമതി മുഖ്ലിഅ ബിഅസ്മി തർക്കിൽ ദംബി ഫീമാ ഇസ്തഖ്ബലാ وبراءة من كل حق الآدم فبهذه الأركان فرع وكملا. തൗബയുടെ നിബന്ധനകളെല്ലാം ഒത്തുചേർന്ന് മനസ്സിൽ മനസ്സറിഞ്ഞ വിഷമത്തോടുകൂടെ ഇനി ഞാൻ ആ തെറ്റുകളിലേക്ക് മടങ്ങൂലെന്ന തീരുമാനമെടുത്ത് യജമാനനായ റബ്ബിന്റെ മുന്നിൽ വന്ന തീരുമാനം, എന്നിട്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ല മടക്കിക്കളയൂല്ല, അല്ല തട്ടിക്കളയൂല്ല. ഈ വർത്തമാനമങ്ങ് കേട്ടപ്പോ ഉത്ബത്തുൽ ഗുലാം എന്ന ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, എന്റെ റബ്ബിന്റെ റഹ്മത്തിന്റെ വിശാലത എത്രയാണ്. എന്റെ റബ്ബ് ചെയ്തതെന്ന് നിഅമത്തുകൾ മുഴുവനും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ഇന്നുവരെ ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. ഒന്നും ഞാൻ എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. എല്ലാം എന്റെ റബ്ബിന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ അല്ല പറഞ്ഞതിന് മുഴുവനും വിരോധമല്ലേ ചെയ്തത്. എന്നിട്ട് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞാൽ അല്ല സ്വീകരിക്കുമെന്നല്ലേ പറയുന്നത്. ഇതെന്തോരു വിശാലതയുള്ള യജമാനനാണ്, ഇതെന്തോരു കാരുണ്യമുള്ള യജമാനനാ. ഈ വർത്തമാനമങ്ങ് കേട്ടിട്ട് صيحة عظيمة فخر مغشيا عليه. ഇതെന്ന് കേട്ടപ്പോഴവിടുത്തെ മനസ്സങ്ങ് പൊട്ടിപ്പോയി, ബോധരഹിതനായി വീണു പോകുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് ചിന്തിച്ചിട്ട് ആ കാരുണ്യം ആലോചിച്ച് അവിടുന്ന് അതാ ബോധരഹിതനെന്ന് വീണുപോകുന്നു. അത് മഹാന്മാരുടെ മനസ്സാണ്. അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചുപോയി, റബ്ബേ ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട്, എന്റെ ജീവിതത്തിൽ ഇത്രയധികം തോന്നിവാസം ചെയ്തിട്ട് ഞാൻ റബ്ബിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞാൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരുന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആ റബ്ബിന്റെ വിശാലത എത്രയാണ്. അല്ലാഹു തആല നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത് വെച്ചൊരു വിഷയം പറയുന്നു, നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റുമായി വരുന്നുണ്ട്. നല്ല സംഭാവന നിങ്ങൾ കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സ്ഥലം ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ ദിക്റിന്റെയും മദ്ഹിന്റെയും വേദിയാക്കണം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആരൊക്കെ ഇതിനു വേണ്ടി സഹകരിച്ചവരും സഹായിച്ചവരുമുണ്ടോ എല്ലാവരെയും ഒന്നുപോലും വിട്ടുപോകാതെ നിനക്കറിയാം റബ്ബേ. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഉത്ബത്തുൽ ഗുലാം തങ്ങൾ ബോധരഹിതനായി കിടക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോ ഫലം അഫാഖ, അവിടത്തേക്ക് ബോധോദയം വന്നു. അല്പം കഴിഞ്ഞപ്പോ
ആ ബോധോദയം വന്നപ്പോ ഹസനുൽ ബസരി തങ്ങളെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ ചാരത്ത് ചെന്നിട്ട് ഹസനുൽ ബസരി തങ്ങള് അതാ ഉസ്ബത്തുൽ ഗുലാം തങ്ങളെ ചാരത്ത് ചെന്നിട്ട് അവിടുന്നൊരു 4 വരി ബൈത്ത് പാടുകയാണ്. ആ ബൈത്ത് മാത്രം നിങ്ങളെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സദസ്സ് അല്ലാഹ് സ്വീകരിക്കട്ടെ. ആ ഉസ്ബത്തുൽ ഗുലാം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പാടിയത് അയാ ശാബ്ബൽ റബ്ബിൽ അർശി അസീ അത്ദരീ മാ ജസാഉ ബിൽ മആസി. മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഹസനുൽ ബസരി തങ്ങൾ പാടുകയാണ്, ഓ യജമാനനായ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യ, അല്ലാഹുവിനെ എതിര് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യ, അയാ ശാബ്ബൽ റബ്ബിൽ അർശി അസീ അത്ദരീ മാ ജസാഉ ബിൽ മആസി. നീ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ എതിർത്തുകൊണ്ട് അതൊന്നും അംഗീകരിക്കാതെ നീ ജീവിക്കുമ്പോ ആലോചിക്കണേ. ഇനി അതാ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ കഠിനമായ ശിക്ഷകളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അല്ലാഹുവിനെ ധിക്കരിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെയാണോ റബ്ബിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അല്ലാഹ് പറയുന്നതനുസരിക്കാതെ ജീവിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, അല്ലാഹ് എന്താണ് ഒരുക്കി തയ്യാർ ചെയ്ത് വെച്ചതെന്നല്ലേ? വലിയ ജീറാനെന്നൊരു ജഹന്നം, വലിയ ചൂടുള്ള ജഹന്നമെന്ന തീക്കുണ്ടാരം അല്ലാഹ് പറഞ്ഞത് അംഗീകരിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹ് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. അല്ലാഹ് ഒരിക്കൽ തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്തോ ഒരു ചൂടുള്ള തീയാണ് ഇതിലുള്ളത്. ഇവിടെയുള്ള തീ പോലെയല്ല എന്റെ മുഅ്മിനീങ്ങളെ. ഇവിടെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന തീ അത് തന്നെ അനുഭവിക്കാൻ നമുക്ക് കഴിയില്ല. അതൊന്ന് തൊട്ടു നോക്കാൻ നമുക്ക് സാധ്യമല്ല. വേണ്ട, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളമൊന്ന് എന്റെ ശരീരത്തിലൂടെ ഒലിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഇതിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള ജഹന്നമലെത്തി അതല്ലേ റബ്ബ് തയ്യാർ ചെയ്തു വെച്ചത്? അതല്ലേ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹ് ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചത്? അത്രയും ചൂടുള്ള തീയാ. فإن تصبر على النيران فعصيه وإلا كنا عن العصيان قصير. ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഉപദേശമാണ്. ഈ വലിയ കഠിനമായ ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഹസനുൽ ബസരി തങ്ങള് അവിടുന്ന് മനുഷ്യനോട് പറയാണ്, മോനെ وإن تصبر على النيران, ഇത്രയും കഠിനമായ ശിക്ഷ അല്ലാഹ് വിധിക്കുമ്പോ അതിന്റെ മേലിൽ ക്ഷമിക്കാൻ വലിയ ജഹന്നമെന്ന നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി വലിച്ചെറിയുമ്പോ അത് ക്ഷമിക്കാൻ നിനക്ക് കഴിയുമോ? സബാനിയത്തുന്ന മലായികത്ത് നിന്റെ കൈയും പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അവരെ കൈ തട്ടി മാറ്റിയിട്ട് എനിക്ക് നരകത്തിലേക്ക് പോവാൻ പറ്റില്ല എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? എന്നാൽ
എത്ര വേണമെങ്കിലും തെറ്റു ചെയ്തടാ, എത്ര വേണമെങ്കിലും അല്ലാഹുവിന്റെ നിയമങ്ങളെ നീ ധിക്കരിച്ച് ജീവിച്ചടാ. ഇത് ഒരാൾക്കു വേണ്ടിയല്ല. എന്റെ ചെറുപ്പക്കാരികളെ ചിന്തിച്ചോളണം. ഇത് വയത് പറയുന്ന മുസ്ലിയാർക്ക് കാര്യം കിട്ടാനില്ല, ഈ സംഘാടകർക്ക് ഇതിലൂടെ കാര്യമുണ്ടായിട്ടല്ല. നിങ്ങൾക്ക് തോന്നുന്നുവോ ഇത് മുസ്ലിയാക്കന്മാര് വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ ഉപദേശം അതൊരാവർത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ശിക്ഷകൾ ക്ഷണിക്കാൻ കഴിയുമെങ്കിൽ തെറ്റു ചെയ്തോ ഒരു പ്രശ്നവുമില്ല. അതല്ല വഴിയില്ല, അത് ക്ഷണിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള തീ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ആഖിറത്തിലെത്തി എന്തായാലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അല്ല തരുന്ന ശിക്ഷകളൊന്നും എനിക്ക് സഹിക്കാനും ക്ഷണിക്കാനും കഴിയുന്നില്ലെന്ന ചിന്തയാണെങ്കിൽ കുഞ്ഞാനിൽ തെറ്റുകളിൽ നിന്ന് മാറി നിന്നോ, അരുതായ്മകളിലേക്ക് ചെല്ലണ്ട, തോന്നിവാസം പ്രവർത്തിക്കണ്ട, അല്ലാഹുവിനെ പേടിയില്ലാതെ നീ ജീവിക്കണ്ട എന്ന ഹസനുൽ ബസ്രി തങ്ങളുടെ ഉപദേശം ആദ്യമായി എന്റെ ശരീരത്തോട് ഓർമ്മപ്പെടുത്തി. പിന്നെ നിങ്ങളെ മുന്നിൽ ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിനെ ഞങ്ങൾക്ക് മുഴുവനും അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സ്, ഞങ്ങളെ മുഴുവൻ സദസ്സുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ വളരെ പ്രയാസങ്ങൾ പറഞ്ഞ്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ എല്ലാത്തിനും സലാമത്ത് നൽകണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്. നീ ശമനം നൽകണേ അല്ലാ. ക്യാൻസർ പോലോത്ത രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഒന്നും മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകിയതും നീയാണ്, ഞങ്ങൾക്ക് ആരോഗ്യം നൽകിയതും നീ തന്നെയാണ്. മരണം വരെ ഞങ്ങൾ ആരോഗ്യം തിരിച്ചെടുക്കില്ല. ഞങ്ങളെ സ്വന്തമായി ചെയ്യേണ്ട വിഷയങ്ങള് മറ്റൊരാളെ സഹായം നേടേണ്ട രീതിയിൽ ഞങ്ങളെ ആഫിയത്ത് തിരിച്ചെടുക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളെ വിവാദത്തിന്റെ, ഞങ്ങളെ ഗരീബിന്റെ, ഞങ്ങളെ വാഴവിന്റെ, ഞങ്ങളെ ദീനീ ഹിദ്മകൾക്ക് തടസ്സം വരുന്ന ഒരു രോഗവും തടസ്സവും നീ ഞങ്ങൾക്ക് നൽകില്ല അല്ലാ. ഉള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെങ്കിലും ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് എല്ലാം തട്ടിമാറ്റിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാനായ